അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ നോമിനേഷനിൽ ആരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും പ്രേക്ഷകർക്കിടയിലേക്ക് വരുന്ന ഏറ്റവും വലിയ സംശയങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മത്സരാർത്ഥികളാണ് ഈ ആഴ്ച നോമിനേഷൻ പ്രക്രിയയിലേക്ക് വന്നത്. അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പവർ ടീമിലുള്ള ഗബ്രിയും അതേപോലെ തന്നെ ഋഷിയും ഒക്കെ പവർ ടീമിൽ നിന്ന് പുറത്തായി. ഗബ്രി ഇപ്പോൾ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഗബ്രിയെ നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ്. അൻസിബ ഒരുപക്ഷെ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് അൻസിബ ഒരുപടി മുന്നിൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ. അതുകൊണ്ട് തന്നെ അൻസിബ വ്യക്തമായിട്ട് ഗബ്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഗബ്രി പുറത്താവണമെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നേരത്തെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്താവുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഗബ്രിക്ക് എത്രത്തോളം ഫാൻ സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഗബ്രിയെ ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. പക്ഷേ ഗബ്രിയെക്കുറിച്ചുള്ള അഭിപ്രായം പുറത്തേക്ക് വന്നത് ഗബ്രി പുറത്തായാൽ അല്ലെങ്കിൽ ജാസ്മിൻ പുറത്തായാൽ മികച്ച ഒരു ഗെയിം ഇവരിൽ ഒരാളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഗബ്രി പുറത്തായാൽ എന്നുള്ള രീതിയിലാണ് കൂടുതലും ചർച്ചകൾ വന്നത്. കാരണം ഗബ്രി പുറത്തായാൽ നല്ലൊരു ഗെയിം ജാസ്മിനിൽ നിന്ന് കാണാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ അല്ലെങ്കിൽ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടുന്ന മത്സരാർത്ഥി ഒരു പക്ഷേ ഗബ്രി തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ സിജോ ഈ ആഴ്ച നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിജോ ഇനി തീയാണോ, എന്ത് രീതിയിലായിരിക്കും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ സിജോയ്ക്ക് വോട്ട് കിട്ടാൻ പോകുന്നത്? സിജോ നല്ല രീതിയിലുള്ള ഗെയിം ഇനി ദിവസങ്ങളിൽ പുറത്തെടുത്താൽ മാത്രമേ മികച്ചൊരു വോട്ട് സിജോയ്ക്ക് കിട്ടൂ. കാരണം തിരിച്ചു വന്ന സിജോയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷയൊന്നും തന്നെ കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥികൾ ഇന്ന് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. എന്തായാലും മറ്റു കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.